ഇക്കാര്യത്തിൽ നമ്മുടെ നിയമകാര്യങ്ങളിൽ നിലനിൽക്കുന്നൊരു ദൗർബല്യമുണ്ട്. ആ ദൗർബല്യം എങ്ങനെ പരിഹരിക്കാനാകുമെന്നതുകൂടി സർക്കാർ പരിശോധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുക തന്നെയാണ്. ഇതൊരു കാര്യം കാണേണ്ടത്, നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹത്തോടൊപ്പം തന്നെയാണ് സർക്കാർ ഉള്ളത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും മനോവൈകൃതക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാരല്ല കേരളത്തിലെ LDF സർക്കാർ. അത് നാടിന് ബോധ്യമുള്ള കാര്യമാണ്, നമ്മുടെ സ്ത്രീ സമൂഹത്തിനാകെ ബോധ്യമുള്ള കാര്യമാണ്. അത് കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. നവമാധ്യമ സങ്കേതങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ ഹീനമായ ആക്രമണം നടത്തുന്ന സംഭവങ്ങൾ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. സ്ത്രീകളെ അവമാനിക്കുന്ന തരത്തിൽ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിലായി 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ആൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 364A(1), 509, കേരള പോലീസ് ആക്ട് 120(O) എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. വിവാദമായ വീഡിയോ നീക്കം ചെയ്യണമെന്ന് യൂട്യൂബ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു വ്യക്തിക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഭാഗ്യലക്ഷ്മി നൽകിയ പരാതിയിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം 364A(1)(4), 506, 509, കേരള പോലീസ് ആക്ട് 120(O) എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. IT ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി 2 കേസുകളിൽ ഉൾപ്പെടുത്താൻ കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട്. അനുവാദം ലഭിച്ചാൽ ഉടൻ തന്നെ ആ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയ ശേഷം കേസിന്റെ അന്വേഷണം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷന് കൈമാറും. ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും ആക്രമിച്ചെന്നും കാണിച്ച് ഭാഗ്യലക്ഷ്മിയും വിജയ് P. നായരും പ്രത്യേകം നൽകിയ പരാതികളിൽ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.